സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചെങ്കിൽ അത് കുറച്ച് ദൂരമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റക്കല്ല പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഇത്രയും പേരുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ മോട്ടു, പത്തലു, ഷിൻചാൻ, ഡോറിമോൻ ഇവരൊക്കെയാണ് ഗൈസ് എൻ്റെ കൂടെ ഇന്ന് ടൂർ പോകാൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഷിൻചാൻ, ഡോറിമോൻ, മോട്ടു, പത്തലു എല്ലാവരും റെഡി അല്ലേ? ഓക്കേടാ, നിങ്ങൾ റെഡിയാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ടൂർ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കല്ലേ അല്ലേ? അതെ അണ്ണ. പക്ഷെ അണ്ണ, എന്താടാ ഷിൻചാനെ? നമ്മൾക്ക് ഇപ്പൊ ടൂർ പോകാൻ വേണ്ടി നല്ലൊരു കാറില്ല അണ്ണ. ആടാ, അത് ശരിയാണ് കേട്ടോ. നമ്മളൊക്കെ നല്ല കാറൊന്നുമില്ല ഇവിടെ. ഇതാണ് ഡിഫൻഡറാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ല കാറ് വാങ്ങണം ഗൈസ്. അപ്പോൾ ഷിൻചാൻ എന്ത് ചെയ്യണം നമ്മൾ? അപ്പൊ അണ്ണ നമുക്ക് പുതിയൊരു കാറ് വാങ്ങിയാലോ? ആടാ, അത് ഞാൻ വിചാരിച്ചു ഒരു കാറൊക്കെ വാങ്ങണമെന്ന്. അപ്പം നമുക്ക് വാങ്ങാം അല്ലേ ഒരു കാറ്? അണ്ണ ശരി, നമുക്ക് കാറ് വാങ്ങാം. ഓക്കേടാ. സോ ഗൈസ്, നമ്മളെ കയ്യിൽ ടൂർ പോകാൻ വേണ്ടി ഒരു കാറില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു കാറ് വാങ്ങാം ഗൈസ് അല്ലേ? നമ്മളൊക്കെ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് കാറ് വാങ്ങാനുള്ള. അപ്പോൾ എന്തായാലും നമുക്കൊരു കാറ് വാങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇതാ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ അടുത്തുള്ള ഷോറൂമിലേക്ക് പോകാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഒരു നല്ലൊരു കാർ തന്നെ വാങ്ങിക്കണം ഗൈസ്. ഓക്കെ, സോ നമ്മളെല്ലാവരും കൂടി ഇതാ ഇവിടെ കാർ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുതലാളി എവിടെ പോയിടാ? അതെ മുതലാളി. എന്താടാ, നീ ഇവിടെ കാർ വാങ്ങാൻ വന്നതാണോ? അല്ലാണ്ട് പിന്നെ കാർ ഷോറൂമിൽ വന്ന് ഞാനിപ്പോൾ പച്ചക്കറി വാങ്ങാൻ വരുമോ മണ്ട? എടാ, അത് ഞാൻ വെറുതെ ചോദിച്ചാണ്. ഇതിലേത് കാറാ വേണ്ടത്? ഇത്രയേ ഉള്ളൂ കാറ്. ആടാ, ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഷിൻചാൻ, ഡോറിമോൻ, മോട്ടുപത്തലു ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അണ്ണ ഇതൊന്നും ഒരു ഗുമ്മില്ല അണ്ണ. ആടാ, അത് എനിക്കും തോന്നി. അതെ മുതലാളി, വേറെ ഏതെങ്കിലും കാറുണ്ടോ? വേറെ കാർ ഉണ്ടോയെന്ന് വെച്ചെങ്കിൽ ഉണ്ട്. അതൊരു സ്പെഷ്യൽ കാറാണ് കേട്ടോ. സ്പെഷ്യൽ കാറോ? എന്താണ്? മെക്വീൻ ഉണ്ടല്ലോ. മെക്വീന്. ആ കാറാണ് ഞാനിവിടെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്. അതെയോ? എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അത്? അതിനെന്താ, നീ പുറത്തു വാ, കാണിച്ചു തരാം. എടാ, ഇതാണ് കേട്ടോ കാറ്. ഇതാണോ ആ കാറ്? എടാ ഷിൻചാനെ, ഡോറിമോനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? അണ്ണ ഇത് സൂപ്പറാണ് അണ്ണ. ഹലോ മെക്വീൻ. എന്താടാ, നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? പിന്നെന്താ, എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും മുതലാളി ഇത് തന്നേക്കട്ടോ. എടാ, ഇതങ്ങനെ വെറുതെ തരാൻ പറ്റില്ല കേട്ടോ. ഇത് ഭയങ്കര സ്പെഷ്യലാണ് കാറ്. അയ്യോ, ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് കുറച്ച് കാര്യങ്ങൾ നീ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാ പറഞ്ഞ? അപ്പോൾ അതിനായിട്ട് നീ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബൊക്കെ കുറവാണ്. അപ്പോൾ നിൻ്റെ വ്യൂവേഴ്സിനോട് പറ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാൻ. ഓക്കെ, അത് അവർ ചെയ്തോളും. അല്ലേ ഗൈസ്, നിങ്ങളൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യുക ഗൈസ്. നമുക്കിതാ നമ്മളെ മെക്വീനെയും കൊണ്ട് പോവാം. ഓക്കെ, അത് ചെയ്തു. ഇനി എന്താ ചെയ്യണമെന്ന് പറ. അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് ആയിട്ട് നിനക്ക് തരേണ്ടതെന്ന് വെച്ചെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് ജയിലിലുണ്ടടാ. അവന് വെറുതെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നീ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അയ്യോ, അത് കുറച്ച് ടഫാണ് കേട്ടോ ടാസ്ക്. എടാ, നിനക്ക് കാറ് വേണ്ടടാ. അത് വേണം. ഓക്കെ, ഞാൻ നോക്കാം. ഓക്കേടാ. അപ്പോൾ ഗൈസ്, നമ്മളെ മുതലാളി പറഞ്ഞ പോലെ തന്നെ മുതലാളിയുടെ ഫ്രണ്ട് ഇതാ ജയിലിൽ ഉണ്ട് ഗൈസ്. മുതലാളിയുടെ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിതാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളെ മുതലാളിയുടെ ഫ്രണ്ടിനെ രക്ഷിക്കണം. മെക്വിനെ നമുക്ക് സ്വന്തമാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ മുതലാളിയുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ പോലീസിനെ ആക്രമിക്കുകയാണ് ഗൈസ്. പോലീസ്! അയ്യോ, അതെ, നീ എന്താടാ ചെയ്യുന്നേ? അതെ, പോലീസിനൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പോയി പണി നോക്കടാ. ഓക്കെ, താങ്ക് യു. അയ്യോ ഗൈസ്, പോലീസിനെ തൊടാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഗണ്ണെടുക്കാം. എന്താടാ നീ എന്നെ കളിയാക്കുന്നോടാ? എന്നൊക്കെ ഉണ്ടടാ ഗണ്ണ്. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് മുതലാളിയുടെ ഫ്രണ്ടിനെ രക്ഷിക്കാം. അപ്പം മുതലാളിയുടെ ഫ്രണ്ട് നീയാണോടാ എന്നെ രക്ഷിക്കാൻ വരാന്ന് പറഞ്ഞത്? അതെ മുതലാളിയുടെ ഫ്രണ്ട്, വാ ഇതിലേ വാ, ഞാൻ തുറന്നുതരാം. മുതലാളിയുടെ ഫ്രണ്ടേ, ഓടിക്കോ, പെട്ടെന്ന് വാടാ. താനീന ആടി വരല്ലേ, പെട്ടെന്ന് വാ, ഇതിലേ വാ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ മുതലാളിയുടെ ഫ്രണ്ടിനെ ഞാൻ സക്സസ്ഫുള്ളി രക്ഷിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വാ, ഇതിലേ വാ. അതെ മുതലാളി, ഞാൻ അവനെ രക്ഷിച്ചു മുതലാളി. ആടാ, രക്ഷിച്ചെങ്കിൽ നല്ലത് നിനക്ക്. എന്നാലും ഞാൻ കൺഫർമേഷന് വേണ്ടി ഞാൻ അവരൊന്ന് വിളിച്ചോക്കട്ടെ. അതിനെന്താ, വിളിച്ചോയിക്കോളൂ. ഹലോ, എടാ, നിന്നെ ഇവനെ രക്ഷിച്ചോ?
ആടാ അവൻ എന്നെ രക്ഷിച്ചു. എന്തായാലും അവനോട് നീ ഒരു താങ്ക്സ് പറഞ്ഞേക്കട്ടോ. ഓക്കേടാ അപ്പോടാ താങ്ക് യു കേട്ടോ. ആ മുതലാളി അതൊക്കെ വിട്. എന്തായാലും ഈ കാർ എനിക്ക് തരുമോ? അതിനെന്താ നീ ആ കാർ എടുത്തോ. പൈസ വേണ്ടേ? പൈസ നീ എന്തായാലും രക്ഷിച്ചുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് തരാം കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ വില എന്ന് വെച്ചെങ്കിൽ 50 ലക്ഷം രൂപയാണ് കേട്ടോ. 50 ലക്ഷോ? എടാ മെക്വീനാണ്. ആ മെക്വിനാണ്. ഓക്കെ. അപ്പോൾ 50 ലക്ഷം എന്തായാലും നീ ഇപ്പോൾ തരേണ്ട ആവശ്യമില്ല. ഞാൻ നിനക്ക് നല്ല ഡിസ്കൗണ്ട് തരാം. ഒരു 10 ലക്ഷം രൂപ ഇപ്പോൾ തന്നാൽ മതി. അപ്പോൾ 10 ലക്ഷം രൂപ തന്നാൽ ഈ കാർ എനിക്ക് തരും? ആ ഓക്കെ, നീ 10 ലക്ഷം എന്താ. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇത്? എന്തായാലും ഇത് വാങ്ങിക്കോ, 10 ലക്ഷം ഉള്ളൂ. ആ മുതലാളി ഇന്നാ 10 ലക്ഷം രൂപ. ഓക്കേടാ നീ എൻജോയ് ചെയ്യ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് പോവാല്ലേ? ഓക്കെ അണ്ണാ, പെട്ടെന്ന് പോവാ. ഓക്കെ ബാ. ഹലോ മെക്വീൻ. ആ എന്താടാ നീ എന്നെ വാങ്ങിച്ചോ? ആ പിന്നെ ഇതൊക്കെ എന്ത്? അപ്പൊ എന്തായാലും നമുക്ക് പോവാലേ? ആ ഓക്കെ മെക്വിൻ. ഓ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ മെക്വിനെ വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. എടാ നീ കുറച്ചും കൂടി സ്പീഡിൽ പോവോ? അതിനെന്താ, എന്റെ ഫുൾ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. അയ്യോ രക്ഷിക്കണേ, അയ്യോ മെക്വിനെ. എടാ നീ എന്തുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഫുൾ ഓക്കെയാണ്. ഓ മെക്വിനെ സൂക്ഷിക്കോട്ടോ. അയ്യോ മെക്വിനെ പതുക്കെ പോ മെക്വിൻ. എടാ നിങ്ങളിങ്ങനെ പേടിക്കല്ലേ, എന്താണ് ഇങ്ങനെ പേടിച്ചാലേ? അയ്യേ. അയ്യോ മെക്വിനെ പേടിപ്പിച്ചു. ഓക്കെ. പിന്നെ നിങ്ങൾ എവിടത്തേക്കാണ് ടൂർ പോകുന്നത് പറഞ്ഞത്? ആ അത് പിന്നെ എവിടത്തേക്കാടാ മോട്ടുവേ പോകേണ്ട? എവിടത്തേക്കാണ്? ആ നമുക്ക് കുറച്ച് ദൂരം അങ്ങ് പോവാം. എന്തായാലും ഇതിന് നല്ല സ്പീഡ് ഉണ്ടല്ലോ. ആ അപ്പം നമുക്ക് എന്തായാലും വിടാല്ലേ ടൂറ്? ഓക്കെ അപ്പം എന്തായാലും പോവാം. അയ്യോ രക്ഷിക്കണേ.